ചെറിയൊരു നിരാശയുണ്ടാക്കുന്നൊരു വാർത്ത നമുക്ക് പ്രേക്ഷകരോട് പറയാം. കാരണം നമ്മൾ വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ നടക്കുന്ന സമ്മേളനത്തിൽ വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലെ അംഗങ്ങളായ 2 BJP അംഗങ്ങൾ നിഷികാന്ത് ദൂബെ, അപരാജിത സാരംഗി, ഇവർ രണ്ടുപേരും ഇപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാൻ ജഗദംബിക പാലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, അടുത്ത ബജറ്റ് സമ്മേളനം വരെ ഇതിൻ്റെ നടപടി ഒന്ന് മാറ്റിവെക്കണം. കാരണം ഈ പാർലമെൻ്ററി കമ്മിറ്റി ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ സ്പീക്കർക്ക് കൊടുത്തിട്ട് അത് വേണം പിന്നീട് ബില്ലായിട്ട് വരാൻ. അതിനു മുമ്പ് ഈ പാർലമെൻ്ററി കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ഡ്രാഫ്റ്റിൻ്റെ രൂപം ഉണ്ടാക്കി ചർച്ചയ്ക്കൊക്കെ വിടണം. ഇപ്പോൾ അതിന് അവർ പറയുന്ന കാര്യം അത് സ്ക്രൂട്ടണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി. പക്ഷേ ഇത് തീരുന്നില്ല അത്രമാത്രം. അപ്പോൾ 25 സിറ്റിങ്ങുകൾ നടത്തി. അവസാന ദിവസം ഈ ന്യൂനപക്ഷ മന്ത്രാലയം തന്നെ 29 മണിക്കൂർ എടുത്തിട്ടാണ് മൊഴി കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ച്, പിന്നെ മാത്രമല്ല ഇതിനെ വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഈ മുസ്ലിം സംഘടനകളിലും മറ്റും ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുക്കും. അപ്പോൾ ഇത് ജനാധിപത്യപരമായി ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കണം, അഭിപ്രായങ്ങളൊക്കെ രൂപീകരിച്ച് അതിൽ നിന്ന് ഒരു സമ്മറി ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് തീരുന്നില്ല, അത് മാറ്റിവെക്കണം എന്നാണ് ഇപ്പോൾ അവരാവശ്യപ്പെട്ടത്. അപ്പോൾ ജഗദംബിക പാൽ പക്ഷേ ഈ സെഷനിൽ തന്നെ അവതരിപ്പിക്കണം. 29-ാം തീയതി, നാളെയാണ് 29-ാം തീയതി, നാളെ ഇത് കൊടുക്കണം എന്നുള്ള വാശിയിലാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പ്രതിപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ MP ഗൗരവ് ഗോഗി പറഞ്ഞത് ജഗദംബിക പാൽ വേണമെങ്കിൽ ഇത് മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷെ കേന്ദ്രത്തിലെ ഒരു വലിയ മന്ത്രി ജഗദംബിക പാലിനോട് ഭയങ്കര പ്രഷർ എടുത്തതാണ്, ഇപ്പം തന്നെ റെഡിയാക്കണമെന്ന്. അപ്പോൾ നേരത്തെ അമിത്ഷാ പറഞ്ഞിരുന്നു ഈ സമ്മേളനത്തിൽ എന്തായാലും പാസ്സാക്കുമെന്ന്. കിരൺ റിജിജുവും പറഞ്ഞു ഈ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന്, ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇത് ചിലപ്പോൾ മാറ്റിവെക്കുമോ, BJPയുടെ MP തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ ഈ കല്യാൺ ബാനർജി എന്ന് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ഉണ്ട്. അയാളാണ് ആ പാർലമെൻ്ററി കമ്മിറ്റി യോഗത്തിൽ കുപ്പി പൊട്ടിച്ചത്. കാരണം ഇവർ ചർച്ചയ്ക്കൊന്നും അല്ല പോയത്, അലമ്പുണ്ടാക്കാൻ പോയത്. കുപ്പി അടിച്ചു പൊട്ടിച്ചു, ഇയാളുടെ കൈയും മുറിഞ്ഞു ഒക്കെ ബഹളം വെച്ച ആളിപ്പോൾ പറയുന്നത് ഡൽഹി, ജമ്മു കാശ്മീർ, പഞ്ചാബ്, UP ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഈ സംസ്ഥാനങ്ങൾ വന്നിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളും പോയി അഭിപ്രായം പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത്രയും സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കേട്ടിട്ടേ ഇനി മുന്നോട്ട് പോകാവുള്ളൂ എന്ന് പ്രതിപക്ഷം പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും ചെന്നിട്ട് സ്പീക്കറെ കണ്ടിട്ട് ഈ സഭയിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കരുത് എന്നാവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ വലിയൊരു കാലുഷ്യം ഉണ്ടാക്കുമ്പോഴാണ് BJPയിലെ 2 അംഗങ്ങൾ, അതിൽ ഈ അപരാജിത സാരംഗി മുനമ്പത്ത് വന്ന് എന്ത് വന്നാലും നമ്മൾ പാസ്സാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജനുവനായിട്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കുമോ ഇവരിങ്ങനെ പറയുന്നത് എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇത് ഇത്ര അധികം പ്രോപ്പർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയൊരു 10 ലക്ഷം ഏക്കറിൻ്റെ പ്രശ്നമല്ലേ. അതെ. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കേട്ട് അതിലൊരു തീരുമാനത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ലബോറിയസ് പ്രോസസ്സായിരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 1 മാസത്തിനകം റിപ്പോർട്ട് തരണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത്രയും വലിയ വോള്യമസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, കാരണം ഈ ആയിരക്കണക്കിന് ആളുകളെയാണ് മനഃപൂർവ്വം ഈ സംഘടനകൾ പങ്കെടുപ്പിച്ചത്. കോടിക്കണക്കിന് ആക്ഷേപങ്ങൾ തപാലിലും മെയിലിലും വരികയും ചെയ്തു. ഇതെല്ലാം പരിശോധിക്കട്ടെ. പിന്നെ ഇൻ്റർനെറ്റ് വഴി ഇവരൊരു ലെറ്റർ റെഡിയാക്കി വെച്ചിട്ട് അതെല്ലാവരും ഇത് തന്നെ അങ്ങ് അയച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഏർപ്പാടുണ്ട് അതിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിലേ ചെയ്യിക്കാൻ, വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവം ശ്രമം ഇവർ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ആക്ഷേപങ്ങൾ അയച്ചു. ഇതെല്ലാം പരിശോധിക്കണ്ടേ? നാളെ പറയാൻ പോകുന്നത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കാതെയാണ് ഈ ബില്ല് കൊണ്ടുവന്നതും പറഞ്ഞു. ചിലപ്പോൾ അതും പറഞ്ഞ് സുപ്രീം കോടതി പോകും. അപ്പോൾ അതുകൊണ്ടൊരു ഫുൾ പ്രൂഫായിട്ട് കുറ്റമറ്റ രീതിയിൽ ആക്ഷേപങ്ങൾ പിന്നീട് വരാത്ത തരത്തിൽ ചെയ്യാനുള്ളൊരു നീക്കം വരട്ടെ എന്ന് വെച്ചിട്ട് നിഷികാന്ത് ദൂബയും അപരാജിത സാരംഗിയും അങ്ങനെ പറഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത്, ഇയാൾ പറയുന്നുണ്ടല്ലോ, ചെയർമാൻ ജഗദംബിക പാൽ വേണേൽ കുറച്ചുകൂടെ നീട്ടിവെക്കാൻ തയ്യാറാണ്. പക്ഷേ കേന്ദ്രത്തിലൊരു വലിയ മന്ത്രി എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, അമിത്ഷായെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. പ്രതിപക്ഷം സ്പീക്കറെ കണ്ടു. ഇനിയിപ്പോൾ ഈ സഭാ നടപടികൾ അലമ്പുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഈ ബില്ല് വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ അദാനിയുടെ പേരും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ കുറേ സമയം അങ്ങനെ കളയാം. പിന്നെ ബില്ല് വഖഫിൻ്റെ പേര് പറയാം. അതെ. അപ്പോൾ എന്തായാലും
ഇതിനാകുന്നത്ര എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഈ 10 ലക്ഷം ഏക്കറിൻ്റെ പ്രശ്നമായി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനും കംപ്ലൈൻറ്റ് പറയാനും ഒക്കെ ഉണ്ടാവും. എല്ലാം കേട്ട് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പരിഹരിച്ചൊക്കെ വരുമ്പോൾ കുറേ സമയം വേണ്ടി വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കിവിടെ അപരാജിത സാരംഗിയൊക്കെ വന്ന് മുനമ്പത്ത് പ്രസംഗിച്ചപ്പോഴൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു അതിന് ഉടനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അല്ല, അവരാവശ്യപ്പെടുന്നത് ബജറ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ മാർച്ച് അല്ലേ, മാർച്ച് മാസം ബജറ്റ് സമ്മേളനം മാർച്ചിലാണ് വരുന്നത്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ കൊള്ളാമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടതെന്നാണ് വാർത്തകൾ പറയുന്നത്. അല്ല, ഇപ്പോൾ മാർച്ച് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ സാധാരണ ഇൻഡെഫിനിറ്റ് ഡിലേ ആണ് വരുന്നത്. ഇപ്പോൾ ഈ മാർച്ചിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയെങ്കിലും അത് ഉറപ്പാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഓഫ് കോഴ്സ് ദി ഏർലിയർ ദി ബെറ്റർ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിപ്പോൾ സാധിക്കാത്ത സാഹചര്യത്തിൽ മാർച്ചിനകത്ത് സാധിക്കാമെന്നുണ്ടെങ്കിൽ അത് പക്ഷെ ഗവൺമെൻറ്റിന് വലിയ ആത്മാർത്ഥത ഉണ്ടെന്ന് ഈ കോൺഗ്രസ് MP ഗൗരവ് ഗോഗിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. കാരണം പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ റെഡിയാണ് മാറ്റിവെക്കാൻ, പക്ഷേ 29-ന് തന്നെ ചെയ്തിരിക്കണമെന്ന് വലിയ മന്ത്രി പറയുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ വളരെ വാശി പിടിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇവർക്കിത് ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കുലേറ്റ് ചെയ്യണമല്ലോ. അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഡിസംബർ 20 വരെ മറ്റോ പാർലമെൻറ്റ് സമ്മേളനമുണ്ട്. അപ്പോൾ ഈ 29-ാം തീയതി, അതായത് നാളെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അവതരിപ്പിക്കാൻ JPCക്ക് കഴിയുന്നില്ലെങ്കിൽ 2 ആഴ്ചയോടെ നീട്ടി കൊടുത്താലും പറ്റുമല്ലോ. കുറച്ച് പ്രൊസീജിയറൽ ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ഒരു പ്രശ്നമാകുമ്പോൾ കുറച്ച് സമയം അവർ ചോദിക്കുന്നത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ബജറ്റ് സമ്മേളനം വരെ നീട്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോൾ 29 അവസാന ദിവസമായതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വരും. അപ്പം സർക്കാരിന് താല്പര്യമുണ്ട്, പക്ഷേ പണി തീരുന്നില്ല എന്ന് പറയുമ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. നമ്മൾ പണ്ടത്തെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, പണി തീരാത്ത വീട് എന്ന് പറഞ്ഞാൽ ഒരു പണി തീരാത്ത പ്രശ്നമാണത്. അത്ര അല്ല, പണി തീരാതിരിക്കാൻ പണി കൊടുത്തതാണ്. പണി കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട്. കാരണം ഇത് മനുഷ്യനിലെ ഇത് സോർട്ട് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ. ഇത്രമാത്രം ആളുകൾ വന്ന് മൊഴി കൊടുക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നീണ്ടു. അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരു വാർത്ത ഞാൻ നോക്കി. ബീഹാർ അസംബ്ലി ഇന്നലെ ചേർന്നു. ബീഹാർ അസംബ്ലിയിൽ ഇന്നലെ വലിയ ബഹളമായിരുന്നു. ഈ മറ്റേ വഖഫ് ബില്ല് കൊണ്ടിനെതിരെ ബീഹാർ അസംബ്ലിയിൽ ബഹളം. തേജസ്വി യാദവ് മറ്റേ RJD നേതാവ് വല്ലാതെ എതിർക്കുന്നു. നിതീഷ് കുമാറിനോട് പറഞ്ഞു, നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പാർട്ടിയുടെ, എന്നിട്ടും നിങ്ങളുടെ പാർട്ടിയിലെ കേന്ദ്രമന്ത്രി ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടും നിതീഷ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ചില മാധ്യമങ്ങൾ പറയുന്നു നിതീഷ് ഒന്നും പറയാതെ തേജസ്വി യാദവിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി തേജസ്വിയും നിതീഷും തമ്മിൽ വീണ്ടും ഒരു ഐക്യം വരികയാണോ? അങ്ങനെ അല്ല, തേജസ്വിയുടെ ഈ കളി ഒക്കെ ഇവർക്കറിയാമല്ലോ. കാരണം ഈ നിതീഷ് കുമാറിൻ്റെ പിന്തുണയോടെ ഇല്ലാണ്ട് ബില്ല് പാസ്സാവത്തില്ല. അപ്പോൾ എന്നിട്ട് മാത്രമല്ല, തേജസ്വി യാദവ് ബീഹാർ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, നിതീഷ് കുമാറിനോട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഇന്നലെ അദ്ദേഹത്തെ സോപ്പിട്ടൊരു പ്രസംഗവും നടത്തി. അപ്പോൾ വഖഫ് ബീഹാറിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്നതിൻ്റെ കാരണം തേജസ്വിക്ക് നിതീഷ് കുമാറിനെ ഒന്ന് പ്രതിസന്ധിയിലാക്കണം, അവിടുത്തെ മുസ്ലിങ്ങളെ ഒന്ന് കുത്തിത്തിരിക്കുക എന്നുള്ളതാണ്. ആ വഴി നിതീഷ് കുമാറിനെ അവിടെ നിന്ന് ഈ വഖഫ് ബില്ലിന് പിന്തുണ കൊടുക്കുന്ന സ്ഥിതിയിൽ നിന്ന് മാറ്റിയാൽ ബില്ല് പാസ്സാവത്തില്ല. അല്ലായാലും ഈ തേജസ്വി യാദവ് എന്തായാലും ഇതിനെതിർക്കും, ഈ അമെൻമെൻറ്റിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കോമ്പിനേഷൻ്റെ പേര് തന്നെ MY എന്നാണല്ലോ. അതെ. അപ്പോൾ അത് MY കോമ്പിനേഷൻ നിലനിൽക്കണമെങ്കിൽ ഇതിനെ എതിർത്തേ പറ്റുള്ളൂ. അദ്ദേഹം എതിർക്കും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ നിതീഷ് കുമാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. പക്ഷെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇതിന് അനുകൂലമാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അവർക്കും ചില വോട്ട് ബാങ്കൊക്കെ ഒന്ന് അല്ല എന്തായാലും. കാരണം നിതീഷിനെ സംബന്ധിച്ച് ഇനി അടുത്ത 5 വർഷത്തേക്ക് പേടിക്കണ്ട. 5 വർഷം നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കലി മാത്രമല്ല, അദ്ദേഹം ഇനി ഞാൻ മരിക്കും വരെ BJP മുന്നണി വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാറുണ്ട് പലതും, പക്ഷേ അത് പാലിക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നമല്ല. എന്നാലും മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് BJPനെ വിട്ടു പോയോണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതെ, ഒരു കാര്യമില്ല. അതാണ്, ഒരു ഗുണവുമില്ല, പോയിട്ടൊന്നും നേടാനില്ല. അതാണ് ഈ 2 സഖ്യകക്ഷികൾക്കും
ഇവിടെ നിന്ന് BJP വിട്ട് അങ്ങോട്ട് പോയോണ്ടൊന്നും നേടാനില്ലാത്തതുകൊണ്ട് ഒരു അല്ല, അപ്പോൾ ഉള്ള സ്റ്റേക്ക് പോകത്തേ ഉള്ളൂ. കേന്ദ്ര ഭരണ കക്ഷി എന്നുള്ള സ്വാധീനം രണ്ടുപേർക്കും സ്റ്റേറ്റിന് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അതില്ലാണ്ടായി പ്രതിപക്ഷത്ത് പോയി ബഹളം വെക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. പിന്നെ തേജസ്വി യാദവ് കളിക്കണതെന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞോണം ഇതൊരു അവസരം കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഏതായാലും വഖഫ് നിയമം ഈ പാർലമെൻറ്റ് സെഷനിൽ പാസ്സാക്കുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ MP പറയുന്നത്. ഒരു വലിയ മന്ത്രി ഈ കമ്മീഷനിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് സംശയമില്ല. മനുഷ്യ സഹജമായ ചില താമസങ്ങൾ കമ്മീഷന് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നമാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത് റിപ്പോർട്ട് തയ്യാറാക്കണമല്ലോ. ഇതെല്ലാം ക്രോഡീകരിച്ച് ചെറിയ റിപ്പോർട്ടാക്കി ആദ്യം കമ്മീഷൻ അംഗങ്ങൾക്ക് കൊടുക്കണം, പിന്നെ പാർലമെൻറ്റിൽ സമർപ്പിക്കാൻ വേണ്ടി കൊടുക്കണം. ഇതൊക്കെ സാങ്കേതികമായ തടസ്സമാണ്. എന്നാലും ഇങ്ങനെ 2 BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തീരുമാനമൊന്നും വന്നിട്ടില്ല. ഇതിങ്ങനെ തീരുന്നില്ല, പണി തീരുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. അല്ല, ഇത് പണി തീരാത്തൊരു പണിയാണ്. അതെ, വീട് പോലെ തന്നെ. ഏതായാലും സമയമെടുക്കുമായിരിക്കും. ഏതായാലും ബില്ല് ഈ സമ്മേളനത്തിൽ ഇല്ല എന്ന് കേന്ദ്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുനമ്പങ്കാർ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എങ്ങനെ ജീവിക്കണമെന്ന്, അടിമകളാവാതെ ജീവിക്കണമെന്ന്, അന്തസ്സോടെ ജീവിക്കണമെന്ന് മുഴുവൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയുടെ ആഗ്രഹമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാകുക എന്നത്. അത് മോദി സാധിച്ചു തരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. മോദിയേറ്റോ മുംകിൻ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.